പവിത്രം സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ അഡ്വക്കേറ്റ് വേദ ശങ്കരനാരായണൻ വിശ്വത്തിൻ്റെ ആ ഒരു കേസ് ഏറ്റെടുത്തതോടുകൂടി തന്നെ കേസ് ജയിച്ചു എന്ന് തന്നെ വിക്രം വിശ്വസിക്കും. ദർശൻ്റെ സഹായത്തോടെയാണെങ്കിൽ പോലും കൃത്യമായിട്ടുള്ള തെളിവുകളെല്ലാം ഹാജരാക്കിക്കൊണ്ട് പുഷ്പം പോലെ ആയിരിക്കട്ടെ വിശ്വത്തിനെ വേദ കോടതിയിൽ നിന്നും ഇറക്കിക്കൊണ്ടുവരുന്നത്. അതോടുകൂടെ പ്രതിക്കൂട്ടിലാവുന്നത് തൻ്റെ സ്വന്തം ചേട്ടനായ ശ്രീകാന്തായിരിക്കും. ജസ്റ്റിസ് ശങ്കരനാരായണൻ്റെ വീടാകെ മൂടിയ കാർമേഘം പോലെ അല്പാൽപമായി നീങ്ങിയിരുന്നു. എങ്കിലും ഭയത്തിൻ്റെ നണുത്ത മരവിപ്പ് അപ്പോഴും അന്തരീക്ഷത്തിൽ തങ്ങി നിന്നു. വിശ്വൻ്റെ മോചന വാർത്ത കാട്ടുതീ പോലെ വീടിനുള്ളിൽ പടർന്നെങ്കിലും കമലമ്മക്ക് മാത്രം അത് പൂർണ്ണമായിട്ടും വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ഒട്ടും വിശ്വസിക്കാത്തതുകൊണ്ട് തന്നെ കമലമ്മ നേരെ പുറത്ത് സിറ്റൗട്ടിൽ വന്നിട്ട് അവരെ തന്നെ ഇങ്ങനെ കാത്തു നിൽക്കുകയാണ്. അവരുടെ കണ്ണുകൾ ദൂരത്തേക്ക് നീളുന്ന വഴിവക്കിൽ ആരുടെയോ വരവും കാത്ത് പതിഞ്ഞിരിക്കുകയായിരുന്നു. പെട്ടെന്നായിരിക്കും അമ്മയെന്ന് വിളിച്ചുകൊണ്ട് തന്നെ വിശ്വം അങ്ങോട്ടേക്ക് വരുന്നത്. വിശ്വൻ്റെ നേർത്ത ശബ്ദം കേട്ടപ്പോഴാണ് കമലമ്മ ചിന്തയിൽ നിന്നും ഉണർന്നത്. വിശ്വത്തിൻ്റെ മുഖത്തപ്പോഴുണ്ടായിരുന്ന ക്ഷീണവും ഭീതിയും കമലമ്മയുടെ ഹൃദയം തകർത്തു. വിശ്വൻ നേരെ അമ്മയ്ക്കരികിൽ ചെന്നിരുന്നു കൊണ്ട് തന്നെ ആ തകർന്ന ശബ്ദത്തിൽ പറയുന്നുണ്ട്, വേദ കാരണമാണ് അമ്മയെ ഞാൻ രക്ഷപ്പെട്ടത്, അല്ലെങ്കിൽ പിന്നെ എൻ്റെ ജീവിതം. അവനത് പറയുമ്പോൾ വാക്കുകൾ മുറിഞ്ഞിരുന്നു. പോലീസ് എനിക്കെതിരെ FIR ഇട്ടു. എല്ലാ തെളിവുകളും എനിക്കെതിരായിരുന്നു. ഞാൻ ഉറപ്പിച്ചതാണ് വർഷങ്ങളോളം ഈ ഒരൊറ്റ പരാതി കൊണ്ട് തന്നെ ഞാൻ അഴിക്കുള്ളിലാവേണ്ടി വരുമെന്ന്. ആ സമയത്താണ് അമ്മേ ഒരു മാലാഖയെ പോലെ അവൾ അങ്ങോട്ടേക്ക് വന്നത്. അതേ അമ്മേ, വേദയാണ് എന്നെ രക്ഷിച്ചത് എന്ന് വീണ്ടും പറയാട്ടോ വിശ്വൻ. എന്നാൽ ഇത് കേൾക്കുമ്പോൾ കമലമ്മക്ക് ശരിക്കും ഒരു അത്ഭുതമായിരിക്കും. കമലത്തിൻ്റെ കണ്ണുകൾ ഒരു പ്രാർത്ഥനയോടെ നിറഞ്ഞൊഴുകി. തൻ്റെ മരുമകളെ താൻ പലപ്പോഴും തെറ്റിദ്ധരിച്ച ആ പെൺകുട്ടിയെ ഒരു നോക്ക് കാണാൻ, നെഞ്ചോടൊന്ന് ചേർത്ത് പിടിക്കാൻ കമലമ്മ ഒരുപാട് ആഗ്രഹിച്ചു. എന്നാൽ ഇവരുടെ സംഭാഷണമെല്ലാം കേട്ടിരുന്ന മാഷിൻ്റെ മുഖം ചുവന്നു. മാഷിൻ്റെ മുഖം നന്ദിനിക്ക് നേരെ തിരിഞ്ഞു. അവരുടെ മുഖം അപ്പോഴും നീരസം കൊണ്ട് വലിഞ്ഞു മുറുകിയിരുന്നു. മാഷ് നന്ദിനിയോട് ചോദിക്കുന്നുണ്ട്, നന്ദിനി, നീ വല്ലതും കേൾക്കുന്നുണ്ടോ? മാഷിൻ്റെ ശബ്ദം കനത്തു. മാഷ് പറയുന്നുണ്ട്, നീ എപ്പോഴും പറയാറുണ്ടല്ലോ ഈ വീട്ടിലെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം വേദമോളാണെന്ന്. ഇപ്പോൾ കണ്ടില്ലേ, ആപത്ത് വന്നപ്പോൾ എല്ലാവരും കൈവിട്ടപ്പോഴും അവസാനം രക്ഷക്കായി എത്തിയത് അവൾ മാത്രമാണ്. സത്യം പറഞ്ഞാൽ ഈ വീട്ടിലെ യഥാർത്ഥ പ്രശ്നക്കാരൻ വിക്രമാണ്, വേദയല്ല. വിക്രമാണ് എല്ലാത്തിനും കാരണം എന്നൊക്കെ പറഞ്ഞ് സുധാകരൻ മാഷ് വിക്രത്തിനെ കുറ്റപ്പെടുത്തി സംസാരിക്കും. തൻ്റെ ഉള്ളിലെ രോഷം മുഴുവൻ വാക്കുകളിൽ ആവാഹിച്ച് മാഷ് അകത്തേക്ക് കയറിപ്പോയി. എന്നാൽ ആ വാക്കുകൾ തറച്ചത് നന്ദിനിയുടെ മാത്രമല്ല, അവിടെ ഒരു നിഴൽ പോലെ പതുങ്ങി നിൽക്കുന്ന വിനായകൻ്റെ നെഞ്ചിൽ കൂടിയായിരുന്നു. തൻ്റെ കള്ളത്തരം താൻ കൂടി പങ്കാളിയായി ഈ ചതി വേദയെങ്ങാനും തിരിച്ചറിയുമോ എന്ന ഭയത്തിൽ ഒരു വിഷപ്പാമ്പിനെ പോലെ വിനായകൻ്റെ ഹൃദയത്തിൽ ഇഴഞ്ഞു തുടങ്ങിയിരുന്നു. അയാളുടെ നെറ്റിയിലൂടെ വിയർപ്പുകൾ ചലിക്കാൻ തുടങ്ങി. ടെൻഷനോടുകൂടെ തന്നെ വിനായകൻ വിയർത്തൊഴുകി. പെട്ടെന്ന് ഗേറ്റ് തുറക്കുന്ന ശബ്ദം കേട്ട് കമലമ്മ അങ്ങോട്ടേക്ക് നോക്കുന്ന സമയത്തായിരിക്കും വിക്രമിനൊപ്പം വക്കീൽ കുപ്പായം അണിഞ്ഞിട്ട് കറുത്ത ഗൗണിൽ നീതിയുടെ പ്രതീകം പോലെ വേദ പടി കടന്നു വരുന്നത്. പ്രൗഢഗംഭീരമായ ആ കാഴ്ച കമലമ്മയുടെ കണ്ണുകളെ ഈറനണിയിച്ചു. അവർക്ക് സ്വയം നിയന്ത്രിക്കാനായില്ല. മോളെ, ഒരു നിലവിളിയോടെ അവർ ഓടിച്ചെന്ന് വേദയെ വാരിപ്പുണർന്നു. ഒരമ്മയുടെ സ്നേഹവും നന്ദിയും കുറ്റബോധവും എല്ലാം അതിൽ അലിഞ്ഞു ചേർന്നിരുന്നു. എൻ്റെ മോനെ രക്ഷിച്ചത് നീയല്ലേ? തേങ്ങലുകൾക്കിടയിൽ ആ വാക്കുകൾ മുറിഞ്ഞുപോയി. വേദ ഒത്തിരി സന്തോഷത്തോടുകൂടെ കമലമ്മയെ കെട്ടിപ്പിടിച്ചു. വിക്രം ആ സമയത്ത് അല്പം മാറി നിന്ന് ഈ രംഗമെല്ലാം തന്നെ കാണുന്നുണ്ടായിരുന്നു. അവൻ്റെ മുഖത്തും സന്തോഷവും ഒപ്പം പറഞ്ഞറിയിക്കാനാവാത്ത അത്രമാത്രം കുറ്റബോധവും നിഴലിച്ചു. മാഷിൻ്റെ മുഖത്തും അഭിമാനത്തിൻ്റെ നനവ് പടർന്നു. എല്ലാവരും വളരെയധികം സന്തോഷത്തോടെ നിൽക്കുന്ന സമയത്ത് തന്നെ നന്ദിനി മാത്രം അസൂയയോടെയും ദേഷ്യത്തോടെയും കനലുകൾ ഉള്ളിലൊതുക്കി മുഖം തിരിച്ചു നിന്നു. കമലമ്മയുടെ ഈ ഒരു അവസ്ഥ കണ്ട് വേദ പറയുന്നുണ്ട്, അമ്മ വിഷമിക്കാതെ. വേദ ശാന്തമായി കമലമ്മയെ ആശ്വസിപ്പിച്ചു. അമ്മ സങ്കടപ്പെടാതിരിക്കുക. ഞാൻ അമ്മയോട് പറഞ്ഞതല്ലേ വിശ്വേട്ടനെ ഞാൻ പുറത്തിറക്കുമെന്ന്. പക്ഷേ ഇത് പൂർണ്ണമായിട്ടൊന്നുമില്ല. കേസ് ഇപ്പോഴും അവിടെ തന്നെയുണ്ട്. വിശ്വേട്ടന് ജാമ്യം കിട്ടിയെന്ന് മാത്രം. ഈ ചതിക്ക് പിന്നിലുള്ള യഥാർത്ഥ കുറ്റവാളിയെ ഞാൻ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരും. അത് എൻ്റെ സ്വന്തം ഏട്ടനാണെങ്കിലും ശരി. തെറ്റ് ചെയ്തത് ആരാണെങ്കിലും അവർ കോടതിക്ക് മുൻപിൽ ഉത്തരം പറയേണ്ടി വരും. ചെയ്ത കുറ്റത്തിന് ശിക്ഷ അനുഭവിക്കുക തന്നെ വേണം. വേദയുടെ വാക്കുകളിലെ ദൃഢനിശ്ചയം കേട്ട് കമലമൊന്നു ഭയന്നു. വേണ്ട മോളെ, എൻ്റെ മകനെ രക്ഷിച്ചില്ലേ, എനിക്കത് മതി. ഇനി കൂടുതൽ കേസും വഴക്കുമായി ചെന്നിട്ട് ഈ കുടുംബത്തിൻ്റെ മാനം കൂടെ കളയണോ? മോളുടെ അച്ഛനും ഏട്ടനുമൊന്നും ഇതൊരിക്കലും താങ്ങില്ല. മോൾ ഇനി അതിൻ്റെ പുറകിലൊന്നും പോവണ്ടെന്നിങ്ങനെ കമലമ്മ പറയുന്ന സമയത്തിന് വേദ പറഞ്ഞിട്ട്, ഇല്ലമ്മേ, അമ്മ ധൈര്യമായിട്ടിരിക്ക്. കമലമ്മയുടെ 2 കൈകളും മുറുകെ പിടിച്ചുകൊണ്ട് തന്നെ പറഞ്ഞിട്ട്, അമ്മേ, വിശ്വേട്ടനെ ഇനി ആരും ഒന്നും ചെയ്യില്ല. ഈ വേദ ജീവിച്ചിരിക്കുമ്പോൾ നിങ്ങൾക്കാർക്കും ഒന്നും സംഭവിക്കില്ല. നിങ്ങളാരും പേടിക്കണ്ട.
തെറ്റ് ചെയ്തവരാരാണെങ്കിലും ശിക്ഷിക്കപ്പെടും. നമ്മൾ തെറ്റ് ചെയ്യാത്തത് കൊണ്ട് തന്നെ നമ്മൾ ആരെയും ഭയക്കേണ്ട കാര്യമില്ല എന്നൊക്കെ പറഞ്ഞു കൊടുക്കുകയായിരിക്കട്ടെ വേദ. വേദയുടെ വാക്കിലെ ആത്മവിശ്വാസം വിക്രമിനെ വല്ലാതെ ആകർഷിച്ചു. അവൻ തൻ്റെ ഭാര്യയായ ധീരയായ ആ സ്ത്രീയെ കണ്ണെടുക്കാതെ നോക്കി നിന്നു. വേദയെ ഓർത്തുകൊണ്ട് തന്നെ വിക്രമിന് വല്ലാത്ത അഭിമാനം തോന്നുന്നുണ്ടായിരുന്നു. അങ്ങനെ അവരെല്ലാവരും അകത്തേക്ക് കയറിപ്പോവാണ്. വേദ മുറിയിലേക്ക് പോകുന്ന സമയത്തന്നെ വിക്രം പുറകിൽ നിന്ന് വിളിക്കുന്നുണ്ട് വേദ. അവൾ തിരിഞ്ഞു നോക്കിയിട്ട് എന്താന്ന് ചോദിക്കും. അന്നേരം വിക്രം എന്ത് പറയണമെന്നറിയാതെ അവൾക്കടുത്തേക്ക് ചെന്നു വാക്കുകൾക്കായിട്ട് പരതുകയായിരുന്നു. വിക്രം പറയുന്നത് എനിക്ക് നിന്നോട് അത് എങ്ങനെ പറയണമെന്നറിയില്ല, എന്ത് പറയണമെന്നറിയില്ല. നീ ഇന്ന് കോടതിയിൽ വിശ്വേട്ടന് വേണ്ടി വാദിക്കുന്നത് കണ്ടപ്പോൾ ശരിക്കും എൻ്റെ മനസ്സിന് വല്ലാത്തൊരു സന്തോഷമുണ്ടായിരുന്നു. അതേസമയം എനിക്ക് എന്നോട് തന്നെ പുച്ഛം തോന്നി. വിക്രം എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് വേദയ്ക്ക് മനസ്സിലാവുന്നില്ല. വിക്രം പറയുന്നത് എന്നെ പോലെ ഒരു ഭർത്താവ് നിനക്ക് ഒരിക്കലും ചേരില്ല വേദ, നിനക്കൊരിക്കലും ഞാൻ ചേരില്ലെന്ന് തോന്നിപ്പോയി എന്ന് പറയും. ആ സമയത്തിൻ്റെ വിക്രമിൻ്റെ ശബ്ദം ഇടറുന്നുണ്ടായിരുന്നു. ഇത്രയും കഴിവുള്ള നീ ഒരിക്കലും ഈ വീടിൻ്റെ 4 ചുമരുകൾക്കുള്ളിൽ ഒതുങ്ങിക്കൂടേണ്ടവളല്ല, അതും എന്നെപ്പോലൊരുത്തൻ്റെ ഭാര്യയായിട്ട് എന്നൊക്കെ പറയും. വിക്രം കുറ്റബോധത്തോട് തല താഴ്ത്തിക്കൊണ്ടായിരിക്കട്ടെ സംസാരിക്കുന്നത്. അന്നേരം വേദ ചിരിച്ചുകൊണ്ട് ചോദിക്കുന്നത് ആര് പറഞ്ഞു നമ്മൾ രണ്ടുപേരും ചേരില്ലെന്ന്? വേദ പയ്യെ വിക്രമിൻ്റെ ഷോൾഡറിൽ പിടിച്ചുകൊണ്ട് മൃദുവായി പറയുന്നുണ്ട് നിങ്ങളും ബ്രില്യൻ്റ് ആയ ഒരു സ്റ്റുഡൻ്റ് ആയിരുന്നു, അതിനിപ്പോഴും ഒരു മാറ്റവും വന്നിട്ടില്ല. എപ്പോഴോ നിങ്ങളുടെ ജീവിതത്തിൽ വഴി തെറ്റിപ്പോയി, അത്രമാത്രം, അല്ലാതെ നമ്മൾ തമ്മിൽ ഒരു വ്യത്യാസവുമില്ല. പിന്നെ കുറ്റബോധം, അതിൻ്റെ ഒരാവശ്യമില്ല. നിങ്ങൾ ദേഷ്യത്തോടെയാണെങ്കിലും എൻ്റെ കഴുത്തിൽ കെട്ടിയ ഈ താലി നമ്മൾ രണ്ടുപേരെയും ഒന്നാക്കി. അതിപ്പോഴും ദൈവനിശ്ചയമായിട്ട് തന്നെയാണ് ഞാൻ കാണുന്നത്. ഒരു പുഞ്ചിരിയോടുകൂടെ തന്നെ വേദ അത് പറയുന്ന സമയത്തിന് വിക്രമിൻ്റെ ഹൃദയം നിറഞ്ഞിരുന്നു. വേദയോടുള്ള സ്നേഹവും ആരാധനയും അവൻ്റെ ഉള്ളിൽ അലതല്ലി. ആ സ്നേഹം താൻ എങ്ങനെ പ്രകടിപ്പിക്കണമെന്നറിയാതെ അവൻ അവളെ തന്നെ കണ്ണെടുക്കാതെ നോക്കി നിന്നു. വേദ ചിരിച്ചുകൊണ്ട് മുറിയിൽ നിന്നും പുറത്തേക്ക് പോകുന്ന സമയത്തന്നെ വിക്രം അറിയുന്നുണ്ട് തൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യമാണ് വേദ എന്ന സത്യം. സ്വന്തം വീട്ടുകാരെ പോലും തള്ളിപ്പറഞ്ഞ് ന്യായത്തിൻ്റെ പക്ഷം ചേർന്ന് തനിക്കും തൻ്റെ കുടുംബത്തിനൊപ്പവും വേണ്ടി നിലകൊള്ളുന്ന അവളോട് വിക്രത്തിന് വല്ലാത്തൊരു അടുപ്പവും സ്നേഹവും ഇഷ്ടമൊക്കെ തോന്നിപ്പോവാണ്. ഇതേ സമയത്ത് തന്നെ ദർശൻ്റെ വീട്ടിലാണെങ്കിൽ മറ്റൊരു ഗൂഢാലോചനയുടെ അണിയറ രഹസ്യങ്ങൾ പുറത്തു വരികയായിരുന്നു. കോടതിയിൽ നിന്നും തിരിച്ചെത്തിയ ദർശൻ അച്ഛൻ ചന്ദ്രശേഖരൻ ഫോണിൽ സംസാരിക്കുന്ന കാര്യങ്ങൾ യാദൃശ്ചികമായി കേൾക്കാനിടയായി. അച്ഛൻ മറുതലക്കൽ ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ശ്രീകാന്തിനോടായിരുന്നു. അവൾ വിശ്വത്തിനെ ജാമ്യത്തിലിറക്കി. ശ്രീകാന്തിൻ്റെ ശബ്ദത്തിൽ ഭയം നിഴലിച്ചിരുന്നു. അടുത്ത ലക്ഷ്യം നമ്മളാണ്, ഇതിന് പിന്നിൽ ഞാനാണെന്ന കാര്യം അവൾക്ക് നന്നായിട്ടറിയാം. അവൾ എന്നെ വെല്ലുവിളിച്ചിട്ടാണ് ഇവിടെ നിന്ന് പോയത്. അവൾ യഥാർത്ഥ പ്രതിയെ കണ്ടെത്തുമെന്നാ പറഞ്ഞിരിക്കുന്നത്. ഇനി നമ്മൾ എന്ത് ചെയ്യും അച്ഛാ? ശ്രീകാന്തിൻ്റെ ചോദ്യം കേട്ടതോടുകൂടി തന്നെ ശങ്കരനാരായണൻ അട്ടഹസിച്ചു. മോനെ ശ്രീകാന്തേ, നീ എന്തിനാണ് ഈ പേടിക്കുന്നത്? അവൾ അവനെ ജാമ്യത്തിലിറക്കിയത് ശരി തന്നെ, പക്ഷേ ആ 10 ലക്ഷം രൂപയുടെ കാര്യം ഇപ്പോഴും പെൻഡിങ് അല്ലേ? ആ കാര്യം അവൾ എങ്ങനെ കണ്ടുപിടിക്കാനാ? ആ പണം ഇപ്പോഴും എൻ്റെ കയ്യിലാണുള്ളത്. എനിക്കും നിനക്കുമല്ലാതെ മറ്റാർക്കും ഈ കാര്യത്തെ പറ്റിയിട്ട് അറിയില്ലല്ലോ. ആ കാശ് കയ്യോടെ കിട്ടാതെ അവൾക്കതിനെപ്പറ്റി ഒന്നും തന്നെ തെളിയിക്കാൻ കഴിയില്ല. അതിൻ്റെ അന്വേഷണം ഒരിക്കലും അവൾക്ക് നമ്മളിലേക്ക് എത്തിക്കാനും കഴിയില്ല. എന്നാൽ ചന്ദ്രശേഖരൻ്റെ ഈ വാക്ക് കേൾക്കുന്ന സമയത്തിന് ദർശൻ ആകങ്ങനെ ഞെട്ടിത്തെറിച്ചു പോവാണ്. സത്യം മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ ദർശൻ ഒളിഞ്ഞു നിന്നുകൊണ്ട് തന്നെ ഇവരുടെ സംഭാഷണം മുഴുവനായിട്ട് ശ്രദ്ധിച്ചു. ചന്ദ്രശേഖരൻ വീണ്ടും ശ്രീകാന്തിനോട് പറഞ്ഞിട്ട് ശ്രീകാന്തെ, പിന്നെ നീ ഒരു കാര്യം കൂടെ ഓർക്കണം. ഈ കളിയിൽ നമ്മൾ മാത്രമല്ല, വിശ്വത്തെ കൊടുക്കാൻ അവൻ്റെ സ്വന്തം അനിയനും അതായത് വിക്രമിൻ്റെ ചേട്ടനും വിനായകനും നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. നമ്മൾ പറഞ്ഞതെല്ലാം തന്നെ അവൻ അനുസരിച്ചില്ലേ? ഈ ചതിയുടെ ആഴം എത്ര മാത്രമാണെന്ന് അവന് നന്നായിട്ട് അറിയാമായിരുന്നു. എന്നിട്ടും സ്വന്തം ചോരയെ ഒറ്റുകൊടുത്തിട്ടും അവനൊന്നും അറിയാത്തതുപോലെ അവിടെ നടക്കുകയല്ലേ. അതുകൊണ്ട് നീ ധൈര്യമായിട്ടിരിക്ക്. ചന്ദ്രശേഖരൻ്റെ വാക്കുകൾ കേൾക്കുന്ന സമയത്തിന് ദർശന് തൻ്റെ കാതുകളെ ഒട്ടും തന്നെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. സ്വന്തം അച്ഛനും സഹോദരനും ചേർന്ന് നടത്തിയ നീചമായ ഗൂഢാലോചന, അതിൽ വിക്രമിൻ്റെ സഹോദരനും പങ്കാളി. അവൻ ഒട്ടും സമയം കളഞ്ഞില്ല. നേരെ മുറിയിൽ ചെന്ന് വേദയെ ഫോണിൽ വിളിച്ചു. ഉടനെ തന്നെ ഈ ഒരു കാര്യം വേദയോട് പറയണമെന്ന് വിചാരിച്ചിട്ടാണ് അവൻ വിളിച്ചത്. വേദ, ഞാൻ കേട്ട കാര്യങ്ങൾ. ദർശൻ കിതപ്പോട് തന്നെ താൻ കേട്ട കാര്യങ്ങളെല്ലാം ഒറ്റ ശ്വാസത്തിൽ വേദയോട് പറഞ്ഞു. ഈ ഒരു കേസിൽ ശ്രീകാന്തിൻ്റെയും അതുപോലെ തൻ്റെ അച്ഛൻ്റെയും പങ്ക്, പിന്നെ വിനായകൻ്റെ പങ്ക്. വിഷൻ മോഷ്ടിച്ചു എന്ന് പറയുന്ന 10 ലക്ഷം രൂപ, ആ 10 ലക്ഷം രൂപ അടങ്ങിയിരിക്കുന്ന ബാഗ് ഇപ്പോഴും ചന്ദ്രശേഖരൻ്റെ കയ്യിലാണെന്ന സത്യം. എല്ലാ കാര്യങ്ങളും ദർശൻ പറയുന്നത് കേട്ടിട്ട് വേദയുടെ രക്തം തിളച്ചു. എന്നാൽ വിനായകൻ ചേട്ടനും കൂടി ഈ ഒരു ചതിക്ക് കൂട്ടുനിന്നു എന്നറിഞ്ഞതോടുകൂടി തന്നെ വേദ ഒരു നിമിഷമൊന്നും തരിച്ചുപോയി.
എന്നാലും വിക്രമിൻ്റെ കൂടെപ്പിറപ്പ് ഇങ്ങനൊരു ചതി അതും വിശ്വനോട് ചെയ്യുമെന്ന് വേദ ഒട്ടും തന്നെ പ്രതീക്ഷിച്ചിരുന്നില്ല. ദർശൻ പറയുന്നുണ്ട്, വിനായകൻ ചേട്ടൻ്റെ കാര്യം തൽക്കാലം നമ്മൾ മാത്രം അറിഞ്ഞാൽ മതി. ആ പണം അതാണ് ഏറ്റവും വലിയ തെളിവ്. അത് പോലീസിനെ കൊണ്ട് തന്നെ എടുപ്പിക്കണം. ആ തെളിവ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ വിശ്വേട്ടൻ നിരപരാധിയായിരിക്കുമെന്നൊക്കെ ദർശൻ പറയുന്നത് കേൾക്കുന്ന സമയത്ത് തന്നെ വേദക്ക് ആ ഒരു തെളിവ് കിട്ടിയതിൻ്റെ സന്തോഷമായിരിക്കും. പിന്നീട് അങ്ങനെ വിക്രമിൻ്റെ അടുത്തേക്ക് ചെന്നുകൊണ്ടതിന് വേദ പറയുന്നുണ്ട്, വിക്രം നമുക്കൊരിടം വരെ പോകണമെന്ന് പറയും. എങ്ങോട്ടേക്കാന്ന് ചോദിക്കുന്ന സമയത്തിന് പോലീസ് സ്റ്റേഷൻ വരെയെന്ന് പറയും. വേദയുടെ ഭാവം ഗൗരവമായിരുന്നു. പോലീസ് സ്റ്റേഷനിൽ ഇൻസ്പെക്ടർ സാബുവിൻ്റെ മുന്നിൽ അവർ ആത്മവിശ്വാസത്തോടെ നിന്നു. ഇൻസ്പെക്ടർ, വിശ്വേട്ടൻ മോഷ്ടിച്ചു എന്ന് പറയുന്ന ആ 10 ലക്ഷം രൂപ ഇപ്പോൾ എവിടെയുണ്ടെന്ന് എനിക്കറിയാം. അഡ്വക്കേറ്റ് ദർശൻ്റെ വീട്ടിലുണ്ട്. ചന്ദ്രശേഖരൻ അങ്കിളിൻ്റെ കയ്യിലുണ്ട്. ആ വീട് ഇപ്പോൾ തന്നെ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് ആ പണം കിട്ടും. അതിനുള്ള ധൈര്യം സാബു സാറിനുണ്ടോ? വേദയുടെ വാക്ക് കേൾക്കുന്ന സമയത്തിന് SI സാബു ഒന്ന് അമ്പരന്നു. അത് നിങ്ങൾക്ക് എങ്ങനെ അറിയാം? നിങ്ങളാണോ ആ പണം അവിടെ കൊണ്ടുപോയി വെച്ചത് അവരെ കൊടുക്കാൻ? സാബുവിൻ്റെ ചോദ്യം കേട്ടത് വേദ പുച്ഛത്തോടെ ചിരിച്ചു. സർ, കുറ്റവാളികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാനാണ് ഞാൻ പഠിച്ചത്, അല്ലാതെ നിരപരാധികളെ കുറ്റവാളികളാക്കാനല്ല. സാറിനത് ചെയ്യാൻ പറ്റില്ലെങ്കിൽ സാറിനോടൊന്ന് പറഞ്ഞാൽ മതി. മുകളിലുള്ളവരെ ഞാൻ ഈ കാര്യം അറിയിച്ചോളാമെന്ന് പറയാണ് വേദ. എന്നാൽ വേദയുടെ ആ ഭീഷണി ഫലിച്ചു. ഇൻസ്പെക്ടർ സാബു പോലീസുകാരുമായിട്ട് ചന്ദ്രശേഖരൻ്റെ വീട്ടിലേക്ക് തിരിച്ചു. ഒപ്പം വേദയും വിക്രമും ഉണ്ടായിരുന്നു. പോലീസ് ജീപ്പ് തൻ്റെ വീടിൻ്റെ മുന്നിൽ വന്നതോടുകൂടി തന്നെ ചന്ദ്രശേഖരൻ ഒന്ന് അമ്പരന്നു. എന്താ സാറേ ഈ വഴിക്ക്? സാബു പറയുന്നുണ്ട്, വിഷം കൊണ്ടുപോയിരിക്കുന്ന 10 ലക്ഷം രൂപ ഇവിടെയുണ്ടെന്ന് ഞങ്ങൾക്ക് വിവരം കിട്ടി. ഞങ്ങൾക്ക് ഈ വീടൊന്ന് സെർച്ച് ചെയ്യണം. അന്നേരം ചന്ദ്രശേഖരൻ അങ്ങ് വല്ലാതാവുന്നുണ്ട്. ഇല്ല, ഞാൻ അതിന് സമ്മതിക്കില്ല. ചന്ദ്രശേഖരൻ അവരെ തടയാൻ ശ്രമിച്ചു. അപ്പോഴേക്കും വേദ മുന്നോട്ട് വന്നു. ഞാനാണ് അങ്കിൾ അവരോട് വരാൻ പറഞ്ഞത്. വേദയുടെ ശബ്ദം അവിടമാകെ മുഴങ്ങി. എന്നാലും വിശ്വേട്ടനെ ചതിക്കാൻ ഒരുക്കിയ കണിയിൽ അങ്കിൾ തന്നെ വീഴുമെന്ന് ഞാൻ കരുതിയിരുന്നില്ല. ആ 10 ലക്ഷം രൂപ ഇവിടെയുണ്ട്. അത് കണ്ടെടുത്തിട്ട് പോലീസ് ഇവിടെ നിന്ന് പോകൂ. വേദയുടെ ഭീഷണി കേട്ട് ചന്ദ്രശേഖരൻ ഒന്ന് പതറി. പോലീസുകാർ നേരെ അകത്തേക്ക് കയറി. അധികം വൈകാതെ തന്നെ ചന്ദ്രശേഖരൻ്റെ മുറിയിൽ നിന്ന് പണമടങ്ങിയ ആ 10 ലക്ഷം രൂപ പണമടങ്ങിയ ബാഗുമായിട്ട് ഒരു കോൺസ്റ്റബിൾ പുറത്തേക്ക് വന്നു. അത് കണ്ട് ചന്ദ്രശേഖരൻ്റെ മുഖമൊന്ന് വിളറി വെളുത്തു. പെട്ടെന്ന് അയാൾ തകർന്ന സ്വരത്തിൽ പറഞ്ഞു, അയ്യോ, ഈ കാശൊരിക്കലും എൻ്റേതല്ല. ഇത് ശ്രീകാന്തിൻ്റെയാണ്. അവൻ്റെ അക്കൗണ്ടിൽ നിന്നും പിൻവലിച്ച പണമാണിത്. എന്നെ അവനിത് സൂക്ഷിക്കാൻ ഏൽപ്പിച്ചതാണ്. എനിക്കൊന്നും അറിയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടതിന് ചന്ദ്രശേഖരൻ നിലവിളിക്കാൻ തുടങ്ങി. സ്വന്തം മകനെ ഒറ്റുകൊടുത്തുകൊണ്ടതിന് അയാൾ രക്ഷപ്പെടാൻ ശ്രമിച്ചു. ശരി, ഈ കാശ് ഞങ്ങൾ കസ്റ്റഡിയിലെടുക്കുകയാണ്. ഇനി നിങ്ങളുടെ മകൻ ശ്രീകാന്തിനെ ഞങ്ങൾ ചോദ്യം ചെയ്തോളാമെന്നൊക്കെ പറഞ്ഞുകൊണ്ടതിന് ഇൻസ്പെക്ടർ സാബു പണവുമായിട്ട് അവിടെ നിന്നും പോയി. പോലീസുകാർ അവിടെ നിന്നും പണമായി പോയതോടുകൂടി തന്നെ വേദ നേരെ അയാൾക്ക് നേരെ തിരിഞ്ഞുകൊണ്ട് ചോദിക്കുന്നുണ്ട്, എന്തിനാ അങ്കിൾ, എന്തിനാ ശ്രീയേട്ടനോട് ചേർന്ന് ഈ ചതി ചെയ്തത്? ആർക്ക് വേണ്ടിയിട്ടായിരുന്നു നിങ്ങൾ ഈ ചതി ചെയ്തത് എന്നൊക്കെ ചോദിക്കും. ഈ സമയത്തിന് പണം പോയതിൻ്റെ ദേഷ്യം കൂടി ചന്ദ്രശേഖരൻ ഉണ്ടായിരിക്കും. വിഷം ചീറ്റിക്കൊടുത്തിന് ചന്ദ്രശേഖരൻ പറയുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ നിന്റെ ഭർത്താവിൻ്റെ ഏട്ടൻ ആ വിനായകൻ, അവനും ഇതിൽ പ്രതിയാണ്. അവൻ്റെ അറിവോടുകൂടിയാണ് എല്ലാം നടന്നത്. ഞാനും ശ്രീകാന്തും പറഞ്ഞിട്ടാണ് അവൻ വിശ്വത്തിന് ആ ജോലി വാങ്ങിച്ചു കൊടുത്തത്. പണത്തിന് വേണ്ടി സ്വന്തം കുടുംബത്തെ ഒറ്റുകൊടുക്കാൻ മടിയില്ലാത്തവനാണവൻ. പെട്ടെന്ന് ചന്ദ്രശേഖരൻ ആ വാക്ക് പറയുന്ന സമയത്തന്നെ ഒരു ഇടുത്തി പോലെയാണ് വിക്രമിൻ്റെ മേൽ അത് പതിച്ചത്. സ്വന്തം ജ്യേഷ്ഠൻ ആരാണെന്ന കാര്യം വിക്രം തിരിച്ചറിയുന്നു. എന്നാൽ അത് കേട്ട് വേദ പതറിയില്ല. വിനായകൻ ചേട്ടനെ കരുവാക്കി വിശ്വേട്ടനെ കൊടുക്കാമെന്ന് നിങ്ങൾ കരുതി. അതുവഴി വിക്രമിൻ്റെ കുടുംബത്തെ തകർക്കാമെന്ന് നിങ്ങൾ ചിന്തിച്ചു. പക്ഷേ ഈ വേദ ഉള്ളപ്പോൾ അതൊന്നും ഒരിക്കലും നടക്കില്ല. ഈ സഹോദരങ്ങളെ തമ്മിലടുപ്പിക്കാനൊന്നും നിങ്ങൾ വിചാരിച്ചാൽ കഴിയില്ല. വിക്രമിൻ്റെ ചേട്ടൻ ഒരബദ്ധം പറ്റി. അതിൻ്റെ കുറ്റബോധം അദ്ദേഹത്തിലുണ്ട്. അതിൻ്റെ പേരിലേതായാലും ഇവരെ അകറ്റാനൊന്നും നിങ്ങൾ നോക്കണ്ട എന്നൊക്കെ പറഞ്ഞത് വേദ ദേഷ്യപ്പെടും. എന്നിട്ട് പറഞ്ഞിട്ട്, അങ്കിൾ, ഇനി ഏതായാലും ശ്രീയേട്ടൻ ചെയ്ത തെറ്റിൻ്റെ ഫലം അനുഭവിച്ചേ മതിയാവൂ. നിങ്ങൾ ഇപ്പം തന്നെ ഏട്ടനെ വിളിച്ച് പറഞ്ഞേക്ക് എല്ലാം അവസാനിച്ചെന്ന്. അങ്ങനെ വേദ വിക്രമിൻ്റെ കയ്യും പിടിച്ചുകൊണ്ട് തന്നെ അവിടെ നിന്നും പടിയിറങ്ങാണ്. തകർന്ന മനസ്സോടുകൂടെ തന്നെ ചന്ദ്രശേഖരൻ ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ സങ്കടപ്പെട്ട് നിൽക്കുകയാണ്. വേഗം തന്നെ ശ്രീകാന്തിനെ വിളിച്ചു. മോനെ ശ്രീകാന്തേ, എല്ലാം തീർന്നടാ, എല്ലാം തകർന്നു. പോലീസ് ആ 10 ലക്ഷം രൂപ എവിടെ നിന്നും കൊണ്ടുപോയി. പേടിച്ചു വിറച്ച് അവരെന്നെ ചോദ്യം ചെയ്യുന്ന സമയത്ത് ഞാൻ നിന്റെ പേര് പറഞ്ഞു എന്നും പറയട്ടോ ചന്ദ്രശേഖരൻ. ചന്ദ്രശേഖരൻ്റെ വാക്ക് കേൾക്കുന്നതോടുകൂടി തന്നെ ശ്രീകാന്ത് ആകെ തകർന്നു പോവാണ്. എന്നാലും തൻ്റെ അമ്മായിയച്ഛൻ തന്നെ ചതിച്ചല്ലോ എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് തന്നെ അവൻ നേരെ വർഷയോട് പൊട്ടിത്തെറിച്ചു. എടി, എന്നാലും നിന്റെ അച്ഛൻ, സ്വന്തം അച്ഛനാടി എന്നെ ചതിച്ചത്. ഇപ്പതേ പോലീസ് അയാളെ പിടിച്ചപ്പോഴേക്കും എല്ലാ കുറ്റവും അയാൾ എൻ്റെ തലയിലേക്ക് അങ്ങിട്ടു. അത് കേട്ടതോടുകൂടി തന്നെ വർഷയുടെ മുഖത്ത് ഭയമായിരുന്നില്ല, ക്രോധമായിരുന്നു. എല്ലാത്തിനും കാരണം നിങ്ങളുടെ അനിയത്തി തന്നെയാണ്. അല്ലെങ്കിലും അവൾ ആരാണെന്ന അവളുടെ വിചാരം ജാൻസി റാണിയോ?
അവൾ ഓരോ കാരണവും പറഞ്ഞ് ഈ കുടുംബം അങ്ങ് നശിപ്പിക്കാൻ ഇറങ്ങിയിരിക്കുവാണ്. എന്നിട്ടിപ്പോൾ ദേ കണ്ടില്ലേ, കണ്ടവന് വേണ്ടിയിട്ട് സ്വന്തം ഏട്ടന് കുരുതി കൊടുത്തിരിക്കുന്നു. ഇതിപ്പോൾ അവൾ ചെയ്ത കുറ്റത്തിന് നിങ്ങൾ എന്നെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല എന്നൊക്കെ പറഞ്ഞ് വർഷ കൈയൊഴിക്കും. അപ്പോഴേക്കും ശ്രീകാന്തിന് ഭയങ്കര അങ്ങ് ദേഷ്യം വന്നു കൊടുത്തിട്ട് ശ്രീകാന്ത് പല്ലിറുമിക്കൊണ്ട് പറയുന്നുണ്ട്, ഇതിനെല്ലാത്തിനും കാരണം അവനാണ്, ആ വിക്രം. അവനെ ഞാൻ ഏതായാലും വെറുതെ വിടില്ല. ചതിയുടെ കനലുകൾ അപ്പോഴും അണഞ്ഞിരുന്നില്ല. നിയമത്തിൻ്റെ വാൾമുനയിൽ നിന്ന് രക്ഷപ്പെട്ടെങ്കിലും പകയുടെ തീ അപ്പോഴും അവരുടെ ഉള്ളിൽ ആളിക്കത്തിയിട്ടുണ്ടായിരുന്നു. തെളിവുകളെല്ലാം ഹാജരാക്കിയതോടുകൂടി തന്നെ കോടതിയിൽ കുറ്റവാളി തൻ്റെ സ്വന്തം ഏട്ടൻ ശ്രീകാന്താണെന്നുള്ള കാര്യമെല്ലാം വേദ തെളിയിക്കുന്ന ഒരു അടിപൊളി സൂപ്പർ എപ്പിസോഡൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കല്ലേ.